എല്ലാവർക്കും ഗൾഫ് ചന്ദ്രികയുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് നോക്കാം. അബുദാബിയിലെ യാത്രക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അബുദാബിയിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഓട്ടോമേറ്റഡ് റാപ്പിഡ് ട്രാൻസിറ്റ് അഥവാ റെയിൽലെസ് ട്രെയിനുകൾ ഇനി എല്ലാ ദിവസങ്ങളിലും സർവീസ് നടത്തുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. ഇവയുടെ ജനപ്രീതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ സർവീസുകൾ നടത്തുന്നത്. നേരത്തെ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ മാത്രമേ ഈ റെയിൽലെസ് സർവീസുകൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സേവനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇനി ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇത്തിഹാദ് എയർവേസ് ഇന്ത്യയിലേക്ക് ഡബിൾ ഡെക്കർ വിമാന സർവീസ് നടത്താൻ ഒരുങ്ങുകയാണ്. മുംബൈയിലേക്കുള്ള സർവീസ് 20 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഈ പുതിയ തീരുമാനം. ഡബിൾ ഡെക്കർ A380യുടെ ആഴ്ചയിൽ 3 സർവീസുകളാണ് ഇനി ഉണ്ടാവുക. നിലവിൽ അബുദാബിക്കും ഇന്ത്യയിലെ 11 നഗരങ്ങൾക്കുമിടയിൽ നോൺ സ്റ്റോപ്പ് സേവനങ്ങൾ ഇത്തിഹാദ് എയർലൈൻ നടത്തുന്നുണ്ട്. UAEയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് പുതിയ മുന്നറിയിപ്പ്. അംഗീകൃത വിൽപ്പനയല്ലെങ്കിൽ പിടിവീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. UAEയിൽ ഫെഡറൽ ടാക്സ് അതോറിറ്റി കർശനമായ പരിശോധനയാണ് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ 7.26 മില്യൺ പുകയില ഉൽപ്പന്നങ്ങളും ശീതള പാനീയങ്ങളുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിയമം പാലിച്ച് മാത്രം വിൽപ്പന നടത്തുക.